പോട്ടെ സാരമില്ല, എനിക്കറിയാതെ പറ്റിപ്പോയതാണ്, അല്ലെങ്കിൽ അങ്ങനെയൊന്നും സംഭവിച്ചു പോയി, നീ അത് വിട്ടേക്ക്, വിഷമിക്കണ്ട. പല സെഷൻസിലും ഭർത്താക്കന്മാര് കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഭാര്യയും ഭർത്താവും തമ്മിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഭാര്യ വളരെ പണ്ട് വർഷങ്ങൾക്ക് മുന്നേ മുതലേ അല്ലെങ്കിൽ കല്യാണം കഴിച്ച സമയത്ത് മുതലേ ഉള്ള കാര്യങ്ങൾ എടുത്തിട്ട് വീണ്ടും വീണ്ടും പറഞ്ഞ് ടോർച്ചർ ചെയ്യുന്നു എന്നുള്ളത്. ഓൾറെഡി അവര് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, ഓൾറെഡി സൊല്യൂഷൻ കിട്ടി എന്ന് ഭർത്താവ് ചിന്തിക്കുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷേ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ അതേ കാര്യങ്ങൾ തന്നെ അതേ രീതിയിൽ അതേ ഇന്റൻസിറ്റിയോട് കൂടി ഭാര്യ അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇറിറ്റേഷൻ കാരണം ചിലരത് അവോയ്ഡ് ചെയ്യാനായിട്ട് തുടങ്ങി, അല്ലെങ്കിൽ ഭാര്യ പറയുന്നതിന് മറുപടിയായിട്ട് ഭർത്താവും ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ എടുത്തിട്ട്, പണ്ട് നടന്ന കാര്യങ്ങൾ എടുത്തിട്ട് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ തമ്മിൽ ഭയങ്കര ബഹളം, മൊത്തത്തിലൊരു സമാധാനം ഇല്ലാത്തൊരു അന്തരീക്ഷമാണ് എന്നാണ് പറയുന്നത്. ശരിക്കുമുള്ള കാര്യം എന്താന്ന് വെച്ചാല്, സ്ത്രീകൾ പൊതുവെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് സൊല്യൂഷൻ കണ്ടെത്താനാണ് ശ്രമിക്കാറ്. സ്ത്രീകളുടെ ശരിക്കുള്ളൊരു വശം എന്ന് പറഞ്ഞാല് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് സൊല്യൂഷൻ കണ്ടെത്തുന്നതിനോടാണ് താല്പര്യം. വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീകളെ പറ്റിയല്ല പറയുന്നത്. എങ്ങനെയാണ് സ്ട്രോങ് ആകുക എന്ന് പറഞ്ഞാല്, ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഭർത്താവ് മൈൻഡ് ചെയ്യാതെ അയാൾക്ക് തോന്നിയ കാര്യങ്ങൾ പറഞ്ഞ് എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല, അല്ലെങ്കിൽ നീ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവോയ്ഡ് ചെയ്ത് പോകുമ്പോഴാണ് നാളുകൾക്ക് ശേഷം സ്ത്രീകൾ വളരെ സ്ട്രോങ് ആയിട്ടും ഹസ്ബൻഡിനോട് കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാതെയും സ്വയമേ സൊല്യൂഷൻസ് കണ്ടെത്തിയും മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നത്. സോൾവ് ആയി മുന്നോട്ട് ആ ഭാര്യയുടെ കൂടെയും ഭർത്താവിന്റെ കൂടെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ മാത്രം നിങ്ങളുടെ ഭാര്യ എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് നിങ്ങൾ സമാധാനമായിട്ടൊന്ന് കേൾക്കുക. പ്രശ്നത്തെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മാത്രം വളരെ സമാധാനമായിട്ട് അവരോട്, എന്താണ് നീ ഉദ്ദേശിക്കുന്നത്, ഇതിന്റെ സൊല്യൂഷൻ എങ്ങനെ വേണം എന്നാണ് നീ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് രണ്ടുപേർ കൂടി ഒരുമിച്ച് ഇതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താം, നീ ഒരു സൊല്യൂഷൻ പറയൂ, അത് ശരിയാണോ, അല്ലെങ്കിൽ അത് എങ്ങനെ പ്രാവർത്തികമാക്കാം, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും തിരുത്തുണ്ടോ എന്നൊക്കെ ഞാൻ പറയാം. അങ്ങനെയൊക്കെ നിങ്ങൾ തമ്മിൽ ഒരു കോൺവെർസേഷൻ ഉണ്ടായതിനു ശേഷം ആ പ്രശ്നം സോൾവ് ആക്കുക. അല്ലെങ്കിൽ പോട്ടെ സാരമില്ല, അന്നങ്ങനെ സംഭവിച്ചെങ്കിൽ ഇനിയിപ്പോ നിങ്ങളുടെ ഭാര്യയോട് സോറി പറയേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ അത് സോറി പറഞ്ഞോളൂ. അതിനിപ്പോ എന്താ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോടല്ലേ സോറി പറയുന്നത്, അതാരും കാണുന്നുമില്ലല്ലോ. ചെറിയൊരു കാര്യമായിരിക്കാം, പോട്ടെ സാരമില്ല, എനിക്കറിയാതെ പറ്റിപ്പോയതാണ്, അല്ലെങ്കിൽ അങ്ങനെയൊന്നും സംഭവിച്ചു പോയി, നീ അത് വിട്ടേക്ക്, വിഷമിക്കണ്ട, ഇനി നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ, ഞാൻ കൂടെയുണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവർ ഓക്കെ ആയി എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങളുടെ ഭാര്യ വേറൊരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് ഈ ടോപ്പിക് എന്താണെങ്കിലും എടുത്തിട്ട് സംസാരിക്കത്തില്ല. കാര്യം സ്ത്രീകളുടെ ഒരു ബേസിക് നേച്ചറാണിത്, അത് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലാക്കിയാൽ മാത്രമേ അവരോട് സമാധാനമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. ടോപ്പിക് ഇതായതുകൊണ്ട് മാത്രമാണ് സ്ത്രീകളുടെ കാര്യം പറയുന്നത്. നിങ്ങൾ ഇത് കണ്ട് നോക്കി ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ എന്നാ, താങ്ക് യു.